ഇന്ന് കള്ളപ്പം ഉണ്ടാക്കുന്നതിന് ചെറിയ 2 ഗ്ലാസ് അരി ഇഡ്ഡലി റൈസ്, അതരയ്ക്കാനായിട്ട് 1.5 ഗ്ലാസ് കള്ള്, ആ ഗ്ലാസ്സിന് തന്നെ അരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ അരി 7 മണിക്കൂറോളം 6-7 മണിക്കൂർ അല്ലെങ്കിൽ 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. കുതിർച്ച ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞ് കള്ളിലാണ് അരച്ചെടുക്കുന്നത്. അതിൻ്റെ 3/4 ഭാഗം അരച്ചെടുക്കുന്നുണ്ട്. 1/4 ഭാഗം അരി മാറ്റി വെച്ചിട്ട് അത് വെള്ളത്തിൽ അരച്ചെടുത്ത ശേഷം വേവിച്ച് കുറുക്കിയെടുക്കണം. എന്നിട്ട് അത് വീണ്ടും ഈ അരച്ച മാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നു. അതുകൂടാതെ തേങ്ങ, ഉള്ളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഈ 2 എണ്ണം, 2-3 ഏലയ്ക്ക, കുറച്ച് ജീരകം, ഇത്രയും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും. മാവ് നല്ല കട്ടിയായിരിക്കുകയാണെങ്കിൽ ജാറ് കള്ളുപയോഗിച്ച് കഴുകിയെടുത്തിട്ട് ആ വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഈ മാവ് 8 മണിക്കൂറോളം വയ്ക്കുക പൊങ്ങി വരാനായിട്ട്. അതിനുശേഷം അപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഇത് ദോശക്കല്ലിലും ഉണ്ടാക്കുന്നുണ്ട്, പ്ലേറ്റിലും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് ദോശക്കല്ലിൽ ഉണ്ടാക്കിയതുകൊണ്ട് കുഞ്ഞിയപ്പമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി വയ്ക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു 5-8 പീസ് ചിക്കൻ, 2 സവാള, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്. ഇതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത ശേഷം അതിലേക്ക് തക്കാളി ചേർക്കുന്നു. അത് നന്നായിട്ട് പേസ്റ്റ് ആക്കുന്നു. പിന്നീട് കറിവേപ്പില ചേർക്കുന്നു. 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലെ പകുതി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ പേസ്റ്റാക്കി എടുക്കുന്നു. ശേഷം സവാള വഴറ്റുന്നു. അതിലേക്ക് സവാളയും പച്ചമുളകും ഒരുമിച്ചാണ് വഴറ്റുന്നത്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഈ പേസ്റ്റ് ചേർക്കുകയാണ്. പേസ്റ്റിൻ്റെ കുറച്ച് ഭാഗം അതിലേക്കും ചേർക്കുന്നുണ്ട്, കുറച്ച് ഭാഗം ചിക്കനിൽ പെനച്ച് വെച്ചിട്ടുണ്ട്. ശേഷം ഉപ്പ്, അതുപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ചിക്കൻ ചേർക്കുന്നു, ഉരുളക്കിഴങ്ങ് ചേർക്കുന്നു. ഇതിന് വെള്ളം ജാറ് കഴുകി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ജാറ് കഴുകിയതും പിന്നെ ഈ ചിക്കൻ പെനച്ച് വെച്ചിട്ടുള്ള പാത്രം കഴുകിയതും, അങ്ങനെ മൊത്തം ചെറിയൊരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ പുതിനയും